ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്ന്. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാഹ്. റാഹത്തായിട്ട് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. എല്ലാവർക്കും അള്ളാഹിൻ്റെ ഹൈറും ബർക്കത്തും കാവലും ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്നോ, ചെറിയൊരു കുക്കിംഗ് ബ്ലോഗാണ്. ഞാൻ കപ്പ വേവിപ്പിച്ച് വെച്ചതാണ്. ഇത് കപ്പ വേവിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളിട്ടിട്ട് വേവിപ്പിച്ചതാണ്. കണ്ടാ, നല്ലോണം വേവിപ്പിച്ച് വെച്ചാൽ ഇനി ഇത് വറലിടണം. കപ്പ വേവിപ്പിക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കപ്പ വേവിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പുളിയുണ്ട് എടുത്ത് വെച്ചിട്ട്, പിന്നെ കാന്താരി, 2 തരം കാന്താരി ഉണ്ട്, പിന്നെ ചെറിയുള്ളിയുണ്ട്, 2-3 വെളുത്തുള്ളിയുണ്ട്, പിന്നെ 2 വറ്റൽമുളകുണ്ട്. ഇത് വറ്റൽമുളക് കപ്പ വറലിടാനാണ് 2 വറ്റൽമുളക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്യണം. എന്തായാലും ചട്ടി അടുപ്പത്ത് വെക്കട്ടെ. ഇതിൻ്റെ കൂടെ നല്ലൊരു ശർക്കര കാപ്പി ഉണ്ടാവും. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചിട്ട് കിഴങ്ങ് വറലിടാം. ഇതാണ് കടുക്. നല്ല നാടൻ പൂളയാണ്. ഞങ്ങളിവിടെ ഉമ്മ താമസിക്കുന്നിടത്തു നിന്ന് പറിച്ചെടുത്തത് പൂളയാട്ടാ. നല്ല നാടനാ. ഒന്ന് കടുക് പൊട്ടിയിട്ട് ഞാൻ മുളക് ഇടുന്നുണ്ട്. കറിവേപ്പില എന്നിട്ട് നല്ലോണം നമ്മളെപ്പോൾ ഇത് വേവിപ്പിക്കുമ്പോണ്ടല്ലോ നല്ലോണം മഞ്ഞളിട്ട് വേവിക്കണം. നല്ലോണമല്ല, കുറച്ച് മഞ്ഞളിട്ട് വേവിപ്പിച്ചാൽ നമുക്ക് ഇതിലുള്ള വിഷാംശങ്ങളൊക്കെ പുറത്തു പോകും. ഞാൻ അധികം ഉടക്കുന്നില്ല. എന്താണ് ചമ്മന്തി കൂട്ടി തിന്നാനല്ല. വൈകുന്നേരത്തെ ചായയല്ല, ശർക്കര കാപ്പിയാണ്. ഇതും നല്ലൊരു എന്താ പറയുക, നല്ല രസമായിരിക്കും വൈകുന്നേരം. അപ്പോൾ ഇതായിട്ടുണ്ട്. അതെടുക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നോ, ആദ്യം ഈ ചമ്മന്തിൻ്റെ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. 2 വെളുത്തുള്ളിയുണ്ട്, 2-3 വെളുത്തുള്ളിയുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചതക്കും. തുണിയുടെ ഇട്ട്
നല്ലോണം അങ്ങനെ ചതക്കിയിട്ട് ചതക്കല്ലിൽ ഇടിക്കല്ലല്ലേ ഇത്, നമ്മളെ മുകളിലുള്ള ഇങ്ങനത്തെ കല്ലിൻ്റെ ഇത് നല്ലോണം ഒന്ന് ചതക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിടണം. കുറച്ച് ഒരിത്തിരി ഉപ്പാണ്. ഉപ്പിട്ടിട്ട് ഒന്നും കൂടിയും സൗണ്ട് ഒരു പ്രശ്നമാവുമോ. എന്നിട്ട് നമ്മളെ ഈ മുളകുണ്ടല്ലോ, മുളകിലിടുക. നല്ല കാന്താരി കേട്ടോ, നാടൻ കാന്താരി. എന്നിട്ടത് ഒന്നുകൂടിയും നല്ലോണം കൈമലാറില്ല കേട്ടോ, കൈ നമ്മൾ ചതങ്ങണം. എന്നിട്ട് പുളി അങ്ങോട്ട് കൊടുക്കുക. പുളി വേണം, അല്ലാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒന്ന് പുറത്ത് വരും. ഇനി ഇരിക്കണ്ട, വേണ്ട. പുളി ഇട്ടപ്പോൾ ഈ അമ്പിക്കുട്ടീൻ്റെ മുകളിൽ പോയിട്ട് പോകുന്നു എല്ലാം. അപ്പം ഞാനിനി ഇതിങ്ങനെ കൈ കൊണ്ട് വന്ന് ചേർത്ത് എന്നിട്ട് നല്ല എരിവുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക, ഞാൻ തുണിയിട്ടെന്തിനാണോ ഈ മാർബിള് പൊട്ടിപ്പോകും. ഒന്ന് ഇന്നങ്ങ് ചതുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ല, നല്ലോണം കൈ കൊണ്ടൊന്ന് നല്ലോണം നമ്മുടെ ഉണ്ടല്ലോ, കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര ഉണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഉപ്പുണ്ടോ നോക്കട്ടെ. നല്ല രസമുണ്ട്, നല്ല എരിവുണ്ട്. പഴുത്ത മുളകും എന്താ ചെയ്യുന്നുണ്ടോ, ഒരിത്തിരി വെള്ളം വെക്കട്ടെ. നമ്മൾ പൂള എടുക്കട്ടെ.
എങ്ങനെയുണ്ട്? നല്ല കളറില്ലേ? നമ്മളെ ചാപ്പിക്കുള്ള വെള്ളം വെക്കട്ടെ. എന്നിട്ട് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചാപ്പിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇത്തിരി കാന്താരിയോ പുളിയും ഉള്ളിയും ഉപ്പും എല്ലാം ചതച്ചിട്ട് കണ്ട ഇങ്ങനെ എന്ത് ചെയ്യുക? ബിസ്മില്ലാ. സൂപ്പറാ. നല്ല എരിവുണ്ട്. കാന്താരിൻ്റെ എരിവാ. കാന്താരിയും പൂള ഇന്നലെ ഉമ്മ തന്നതാ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇത് കുശാല. കാപ്പിൻ്റെ വെള്ളം തിളക്കുന്നുണ്ട്. കാപ്പീൻ്റെ വെള്ളം തിളച്ച് വന്നു. അപ്പോൾ ഞാൻ നല്ല നാടൻ കാപ്പി കേട്ടോ, കാപ്പിപ്പൊടിയാണ്. എന്താ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ എന്തായി? ശർക്കര എടുക്കട്ടെ. ശർക്കര ഞാനെന്താ ചെയ്യാന്നറിയോ? എൻ്റെ ശർക്കര വേണ്ട. ശർക്കര ഞാൻ ഉരുക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നാൽ ഉരുക്കിയിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എന്ത് ചെയ്യും? ഞാനത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവരും അരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കൊണ്ടുവന്ന് അന്നേരം തന്നെ കുറച്ച് വെള്ളം പറഞ്ഞ് ഉരുക്കി അരിച്ച് തണുത്താലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം എന്ത് ചെയ്യുക? ഇത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ വേഗം എടുക്കുക. അല്ലാണ്ട് കല്ലും മണ്ണൊക്കെ ഉണ്ടാവില്ല. അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തിന്നാൽ നല്ല രസമായിട്ടാണ്. ശർക്കര ഒന്ന് തണുത്തിട്ട് ഐസ്ക്രീമിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് സ്പൂൺ എടുക്കട്ടെ. ഇത് വേണ്ട, ഒരു സ്പൂണ് ശർക്കര ഇത്ര മതി. നല്ല കോമ്പറ്റീഷൻ. ഇത് കോട്ട ചരിഞ്ഞ് എൻ്റെ മക്കളെ. അമ്മിക്കുട്ടിയല്ല, അമ്മക്കുട്ടിയാ. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ കോഫി റെഡിയായി. ഇത് കൂട്ടി ഒരു പിടുത്തം പിടിക്കണം. 1.5 പിടുത്തം. ഇപ്പം ഞാനേ ഉള്ളൂ, വരാനുള്ളവർക്ക് ഇവിടെ വെക്കണം. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ ഇതൊന്ന് കഴിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും ഉണ്ടാക്കണം. അതുപോലെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോവുക. വയനാട്ടിൽ ഇത് എല്ലാവരും ഉണ്ടാക്കണം. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ പൂള. അപ്പോൾ എന്ത് ചെയ്യുക?
എന്ത് ചെയ്യും? കോഫി ഇങ്ങനെ ശർക്കര കോഫി ഇതാ മക്കളെ ഒഴിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. കാപ്പി ഉണ്ടോ? നല്ല കിടിലൻ കോഫി. ഇത് ബ്രൂ ഒന്നല്ല, ബ്രൂ ആണ്. നാടൻ കോഫി പൊടിച്ചിട്ട് വിൽക്കുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ, അതാടുന്ന് വാങ്ങാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതുമായിട്ട് പതുക്കെ ടേബിളിലേക്ക് നിറക്കട്ടെ. നല്ല കളറല്ലേ? ഓക്കെ, യെല്ലോ കളർ, എന്ത് രസമാണ്. കഴിക്കുന്നേരം ഇത് ഞാൻ ഓഫാക്കോട്ടെ. എനിക്ക് കഴിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും കാണിച്ചു തരില്ല, എൻ്റെ കഴിയും വഴിയും മാത്രമേ ഉണ്ടാവും. എല്ലാവരും വീഡിയോ കാണണം. ഞാൻ ഒരുപാട് പാട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് അറിയും പോലെ പാടിയിട്ട് ആരും ഒന്നും കണ്ടിട്ടില്ല, എല്ലാം ദുഷ്ടന്മാരാ. അപ്പോൾ ഞാനിത് ഓഫാക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണ്ടാക്കണം. കപ്പ വാങ്ങുക, ഇതേപോലെ ഉണ്ടാക്കുക. കപ്പ പറഞ്ഞിടുന്ന എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുക ഇതേപോലെ തന്നെ, എന്നിട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ച് കാണിച്ചു തന്നല്ലേ, ഇനി ഒന്നും കൂടി കഴിക്കും. നിങ്ങൾക്കും വേണ്ടി ഞാൻ കഴിക്കും കേട്ടോ. ഇതാ നിങ്ങൾക്കും വേണ്ടി ഒരു പ്രാവശ്യം കൂടിയും ഇത് കഴിക്കുകയാണ്. നല്ല പൊട്ടിയ മുളകൊക്കെ ഉണ്ട്. ഇങ്ങനെയുണ്ട്, കിടിലല്ലേ? എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. എന്നിട്ട് എനിക്ക് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഒരാളും ഒരഭിപ്രായം പറയലില്ല. ഓക്കെ, ഇതാ ഇൻഷാ അല്ലാഹ് കാപ്പിയുണ്ട്, പൂളേണ്ടെല്ലാം ഉണ്ട്, റെഡിയാണ്. ഓക്കെ ബായ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ ബായ്, മഅസ്സലാമ.